സാർ ഈ മുത്തങ്ങ സമരം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ അത് ആ പ്രമേയമായിട്ട് ഒരു സിനിമ നരിവേട്ട തിയേറ്ററിൽ നല്ല പ്രദർശന വിജയമായിട്ട് മുന്നേറുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതല്ല, ഈ സിനിമ ഈ മുത്തങ്ങ പ്രതിപാദിക്കുമ്പോൾ ആ മുത്തങ്ങ സമരം ഇപ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് വരികയാണ്. വാസ്തവത്തിൽ അന്ന് വലിയൊരു രീതിയിലുള്ളൊരു എന്താ പറയുക, പോലീസിൻ്റെ നരനായാട്ട് തന്നെയാണ് അവിടെ നടന്നത്. അതിൽ അന്നത്തെ എ കെ ആൻ്റണി സർക്കാരിന് ഗുരുതര വീഴ്ചയെന്ന തരത്തിൽ രാഷ്ട്രീയ ആരോപണവും വന്നു. ആദിവാസി ഭൂസമരങ്ങളാണ് ഇത്തരം ഒരു പോലീസ് നടപടിയിലേക്ക് പോയത്. നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ ത്യാഗോജ്വലമായ സമരങ്ങൾ ആദിവാസി വിഭാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളുടെ പ്രസക്തി ഇന്ന് തീരെ ഇല്ലാണ്ടായി. ആ സമരം നടത്തിയിരുന്ന സമരനായകർ പോലും ഇന്ന് ചിത്രത്തിലേ ഇല്ല. എന്താണ് സംഭവിച്ചത്? ഈ ആദിവാസി ഭൂസമരങ്ങൾക്കൊക്കെ എന്താണ് കാലാന്തരത്തിലുണ്ടായത്? അല്ല, ആദിവാസി സമരങ്ങളും ആദിവാസി ജീവിതവും ഒക്കെ നമുക്ക് ഇപ്പോൾ പോലും എഴുതണമെങ്കിൽ അത് ചോരയിൽ മാത്രം എഴുതാൻ പറ്റുന്ന തരത്തിൽ പരിതാപകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് ശരി. കാരണം ഇപ്പോഴും ഈ ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് രോഗം ബാധിച്ചാൽ അവരെ ആശുപത്രികളിൽ കൊണ്ടുപോകാനുള്ള സംവിധാനമില്ല എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യം. അത് പലപ്പോഴും അവരെ ചുമന്നുകൊണ്ട് പോകും, ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് മരിച്ചു പോകും. അങ്ങനെ വലിയ ദുരന്തത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് ആദിവാസികൾ. ആ വിഷയം മാത്രമല്ല, ഒരുപാട് വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ഈ ആദിവാസികളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സമരങ്ങളാണ് ആദിവാസി ഭൂസമരങ്ങൾ എന്ന് പറയാം. അതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ മുത്തങ്ങ സമരത്തിനകത്ത് കാണുന്നത്. മുത്തങ്ങ സമരം ആദിവാസി ഭൂസമരമായിരുന്നു ശരിക്കും. ആദിവാസികൾക്ക് ഭൂമി പതിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിൽ അവർ നിവേദനങ്ങൾ കൊണ്ടുവരുന്നു. പിന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുടിൽ കെട്ടി അവർ കുറേ ദിവസം താമസിക്കുന്നു. ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ CK ജാനു ആയിരുന്നു അതിൻ്റെ പോരാട്ട നായിക. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു എ കെ ആൻ്റണിയും ഇതുപോലെ CK ജാനുവൊക്കെ നൃത്തം ചെയ്യുന്നവരെ നമ്മൾ കണ്ടതാണ് അല്ലേ. അങ്ങനെയൊക്കെ അത് ആദ്യഘട്ടം അങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ ആദ്യഘട്ടത്തിൽ സർക്കാർ ആ സമരത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് അത് സർക്കാരും അതേപോലെ തന്നെ സമരക്കാരും തമ്മിലുള്ള പോരാട്ടമായി മാറിത്തീരുകയും സർക്കാർ സമരക്കാരെ അവർ കുടികെട്ടിൽ പാർത്തിരുന്ന ഭൂമിയിൽ നിന്ന് വനഭൂമിയിൽ നിന്ന് അടിച്ചോടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിച്ചോടിക്കുമ്പോൾ അതിന് ചെറുക്കാനായിട്ട് സമരക്കാർ തയ്യാറാവുകയും പോലീസ് വെടിവെക്കുകയും ആ പോലീസ് വെടിവെപ്പിൽ അന്ന് ഔദ്യോഗികമായിട്ട് 2 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. അതെ, ഒന്നൊരു പോലീസുകാരനും അതേപോലെ തന്നെ ഒരു സമരക്കാരനുമാണ് മരിച്ചു. പക്ഷെ പിന്നീട് അത് തിരുത്തി 5 പേരോളം മരിച്ചു എന്ന് ഏതാണ്ട് ഔദ്യോഗികമായ പോലെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അനൗദ്യോഗികമായിട്ട് പറയുന്നത് പിന്നെയും പലരൊക്കെ മരിച്ചിട്ടുണ്ട്. അവരെയൊക്കെ പോലീസ് പഞ്ചസാരയും മറ്റൊക്കെ ഇട്ട് കത്തിച്ച് കളഞ്ഞ് മനുഷ്യൻ്റെ അസ്ഥി പോലും ഇല്ലാത്ത തരത്തിലാക്കിയെന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല എന്നാണ്. എന്തായാലും അങ്ങനെ രൂക്ഷമായിട്ട് അവസാനിച്ചൊരു സമരമായിരുന്നു. ആ സമരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സമര നായികയാണ് CK ജാനു എന്ന് പറയുന്നത്. ഗോത്രമഹാസഭയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവർക്കൊക്കെ ആ സമരത്തെ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്കും അറിയാം. ആ സമരം ഏതാണ്ട് പോവുകയും കുറേ ആളുകൾക്ക് പട്ടയമൊക്കെ സർക്കാർ കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. അത് കൃഷി യോഗ്യമല്ലാത്ത ഭൂമിയാണ് എന്നാണ് പറയുന്നത്. അവിടെ കൃഷിയൊന്നും ചെയ്യാൻ കഴിയാതെ ആദിവാസികൾ അവിടെ നിന്നൊക്കെ പോകുന്ന സ്ഥിതി ഉണ്ടായി. കാരണം അവിടെ കൃഷി ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ആ ഭൂമി അന്യാധീനപ്പെട്ടു പോവുക. ആ ഭൂമിയൊക്കെ അടിച്ചെടുത്തിട്ടുള്ളത് ഈ ഭൂമി മാത്രമല്ല, ആദിവാസികളുടെ കയ്യിലിരുന്ന മുഴുവൻ ഭൂമിയും അടിച്ച് സ്വന്തമാക്കിയത് ഈ തദ്ദേശവാസികളായിട്ടുള്ള ആളുകളാണ്. അവരെ കടന്നു ചെന്ന് അവരുടെ കയ്യിലില്ല. അവരാണ് ഇപ്പോഴും ആദിവാസികളെ ഉപദ്രവിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാദിവാസിയെ പിടിച്ച് മരത്തിൽ കെട്ടി കയറുകൊണ്ട് കെട്ടിയിട്ട് തല്ലി. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, മധു എന്ന് പറയുന്ന ആദിവാസിയെ അവർ ബ്രെഡ് അപ്പം മോഷ്ടിച്ചു എന്നുള്ള കാരണം പറഞ്ഞിട്ട് തല്ലിക്കൊന്നു. ഇതൊക്കെ ഈ ആദിവാസിയുടെ ഭൂമി കൈയടക്കിയ കയ്യേറ്റക്കാരായിട്ടുള്ള ആളുകൾ. ആ കയ്യേറ്റക്കാർക്കെതിരെ ഒരു നടപടിയും സർക്കാരിന് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സർക്കാരിൻ്റെ എല്ലാ നിയമ സംവിധാനങ്ങളും വളരെ കൗശലപൂർവ്വം ഉപയോഗിച്ച് കയ്യേറ്റക്കാർ ആദിവാസികളുടെ ഭൂമി മുഴുവനും അവരുടേതാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല അവർ ചെയ്യുന്നത്, ആദിവാസി ജീവിതത്തിന് മേൽ അവരുടെ അധീശത്വം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടുകളാണ് ഇടയ്ക്കിടയ്ക്ക് കേരളം എന്ന് പറയുന്ന പല കാര്യങ്ങളിലും വളരെ ഉന്നത ജീവിത സൂചിക നൽകുന്ന ഈ പ്രദേശത്ത് മധുവിനെ പോലുള്ള ഒരു ആദിവാസിയെ തല്ലിക്കൊല്ലുന്നു. ഈ കഴിഞ്ഞ ദിവസം ആദിവാസിയെ പിടിച്ച് മരത്തെ കെട്ടി അവനെ അടിക്കുന്നു. എന്താണത് കേരളത്തിൽ എങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ കയ്യേറ്റക്കാർക്ക്
ഇവരുടെ മേൽ എപ്പോഴും അതിക്രമം നടത്താനായിട്ടുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ്. കാരണം അവൻ്റെ ഭൂമി കൈയടക്കിയവൻ തന്നെയാണ് ഈ കയ്യേറ്റക്കാർ. അവർ തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഉപദ്രവിക്കുകയും ചെയ്യുന്നത്, അവർ തന്നെയാണ് തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ സർക്കാരിന് ഒരു ഇടപെടലും ഈ കാര്യത്തിൽ നടത്താനായിട്ട് പറ്റുന്നില്ലെന്നും. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു അനുഭവമുണ്ട്. ഇപ്പോൾ ചതിയൻ ചന്തുവിൻ്റെ കഥ വടക്കൻ വീരഗാഥ സിനിമ കണ്ട ആൾക്ക് ചന്തു മഹാനായ ഒരാളായിട്ടാണ് നമ്മൾ പുതിയ തലമുറ കണ്ട് ശീലിച്ചത്. ഇപ്പോൾ ഈ മുത്തങ്ങ സമര പശ്ചാത്തലത്തിൽ ഒരു സിനിമയും കൂടി വരുന്നു. നമ്മൾ ആ സിനിമയാണ് കാണുക. യഥാർത്ഥ ചരിത്രം തമസ്കരിക്കപ്പെട്ടു പോയി. അതിൻ്റെ യഥാർത്ഥ സംഗതികൾ എന്താണെന്ന് പുറം ലോകം അറിഞ്ഞിട്ടില്ല. അത് മൂടപ്പെട്ടു പോയി. ഒരു സിനിമ ഇറങ്ങുന്നു. ഭാവിയിൽ നമ്മൾ ഈ സിനിമയിലൂടെ മുത്തങ്ങയെ അടയാളപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇത് എത്രത്തോളം അപകടകരമാണ്? അല്ല, ഇതെല്ലാ സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒന്ന്, ചരിത്രം പഠിക്കാനായിട്ട് മനുഷ്യൻ വളരെയധികം ക്ലേശത്തോടുകൂടി ഇരുന്നാലേ ചരിത്രം കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ആ ചരിത്രം പഠിക്കുന്നതിന് പകരം പലപ്പോഴും നമ്മൾ ചരിത്ര പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ ഓരോരുത്തരുടെ ആത്മനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കയറി വന്ന് ചരിത്രത്തെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്വിസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരുടെ ആത്മനിഷ്ഠ ഭാവങ്ങൾ പകർന്ന് നൽകിയ ചരിത്ര വസ്തുതകളാണ് നമ്മൾ ചരിത്രമായിട്ട് പിന്നീട് പഠിക്കുന്നത്. ഓരോ തലമുറ കഴിയുമ്പോൾ ഇതിന് മാറ്റം വരുന്നുണ്ട്. ആ പഴയ ആദ്യത്തെ ചരിത്രം വേറൊരുത്തരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മാറ്റി എഴുതും. ആഖ്യാനങ്ങളുണ്ടാകും. പിന്നീട് ആഖ്യാനങ്ങളാണ് യഥാർത്ഥത്തിൽ ചരിത്രമായിട്ട് വായിക്കപ്പെടുന്നത്. യഥാർത്ഥ ചരിത്രം മുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ ചരിത്രം മുങ്ങിപ്പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ നരിവേട്ട എന്ന് പറയുന്ന ഈ സിനിമയുടെ കാര്യങ്ങൾ, അത് സിനിമയാണ്, അതിൻ്റെ അകത്ത് ചരിത്രത്തിൻ്റെ കുറേ ഭാഗങ്ങളുണ്ടാകാം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഭാവനയാണ് ശരിക്കും. എങ്കിലേ സിനിമ മുന്നോട്ട് പോകുകയുള്ളൂ. അല്ലാണ്ട് വെറുതെ ചരിത്രം പകർത്തി വെച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ കാണാൻ ആരും ഉണ്ടാവില്ല. സാമ്പത്തികമായിട്ട് വിജയിക്കും. കാരണം ഇതൊരു കല മാത്രമല്ല, ഒരു ബിസിനസ് കൂടിയാണ്. അപ്പോൾ ഈ കലയിലൂടെ അവർ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നുള്ളതാണ്. അതിൻ്റെ ആകെയുള്ള ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നോ മങ്ങിപ്പോയ മറഞ്ഞുപോയ മുത്തങ്ങ ഇന്നത്തെ സമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വെക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. മാത്രമല്ല അതിൽ വേടൻ ഇപ്പോൾ വളരെ വിവാദപരമായി നിൽക്കുന്ന സമയത്ത് വേടൻ്റെ പാട്ടുകളുണ്ട്. ഈ സിനിമയുടെ തന്നെ പല പ്രൊമോഷനും വേടൻ ചെന്നാണ് പല സ്ഥലത്തും നടത്തിയിട്ടുള്ളത്. അതൊക്കെ വലിയ ആൾക്കൂട്ടങ്ങളെ ആകർഷിച്ച സംഭവങ്ങളായിരുന്നു. കാരണം നമ്മുടെ സമൂഹത്തിൽ സത്യാവസ്ഥകൾ, വസ്തുനിഷ്ഠമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, അതിനൊരു പിന്നാലെ പോകുന്നതിനേക്കാൾ 10 മടങ്ങ് ആളുകളാണ് വിവാദങ്ങളുടെ പിന്നാലെ പോകുന്നത്. വിവാദമില്ലെങ്കിൽ നിങ്ങൾക്കൊരു വാർത്ത പോലും ഇവിടെ വിറ്റഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് സത്യത്തെ മറച്ചു വെച്ച് അതിനെ വിവാദമാക്കി മാറ്റി തുന്നിക്കെട്ടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളെ വിറ്റഴിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വിറ്റഴിക്കുന്ന ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പോലും അതിൽ നിന്നും മുക്തരാകാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ ഈ മീഡിയയിലിരുന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക, ആരും ശ്രദ്ധിക്കില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വാർത്ത കേൾക്കാൻ ആരും ഉണ്ടാവില്ല. അതിന് പകരം സത്യത്തെ നമ്മൾ ഉപ്പും മുളകും തേച്ച് ശരിയാക്കി എടുത്തിട്ട് ആളുകളുടെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളത് വളരെ ആസ്വദിക്കുന്ന കാഴ്ച കാണാം. വിവാദമാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ആവശ്യം എന്ന് പറയും. അപ്പോൾ മാധ്യമങ്ങളൊക്കെ ആവശ്യത്തിന് ഈ വിവാദം വിളമ്പി ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ആദിവാസികളുടെ പ്രശ്നവുമായിട്ടും സമരത്തിനിറങ്ങിയ CK ജാനുവിൻ്റെ രാഷ്ട്രീയം പിന്നീട് മാറിപ്പോയി. ഇതേപോലെ അവർ ആ ഒരു വർഗ സമരവുമായിട്ട് മുൻപോട്ട് വന്നവർ പിന്നോക്കം പോവുകയും ആ സമരം തന്നെ അപ്രസക്തമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ വിഷയങ്ങൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്യേണ്ട വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളാണ് ഇപ്പോൾ ഇതിൻ്റെ വക്താക്കളായിട്ട് വരുന്നത്. ഭൂസമരങ്ങൾ അവരാണ് ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അതെന്താണ് അങ്ങനെ ഇത്തരം ഈ ആദിവാസി സമൂഹങ്ങളെ ഏകോപിപ്പിക്കാൻ ഇപ്പോൾ ആർക്കും താല്പര്യമില്ലേ? അതായത് CK ജാനുവിനോടൊപ്പം ഒരു പൊളിറ്റിക്കൽ ലെജൻഡായിട്ട് നിന്നിരുന്ന ഗീതാനന്ദൻ. അപ്പോൾ ഗീതാനന്ദൻ എനിക്ക് തോന്നുന്നത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് CK ജാനു തെന്നിപ്പോയി, അല്ലെങ്കിൽ BJP വിളിച്ചപ്പോൾ ജാനു അതിൻ്റെ കൂടെ പോയി. അങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയം ശരിക്കും പറഞ്ഞ് പിളർന്നു പോവുകയും അതിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയാതിരുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇപ്പോൾ ചെങ്ങറയിൽ ഇതൊക്കെ തന്നെയാണ്. ചെങ്ങറയിൽ ഇതേപോലെ ചെങ്ങറയിൽ ലാഹ ഗോപാലൻ ആയിരുന്നു അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അത് പോയി. അങ്ങനെ കേരളത്തിൽ ഒട്ടുമിക്ക മേഖലകളിലും ഉയർന്നു വന്ന ആദിവാസി സമരങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഛിന്ന ഭിന്നമായി തകർന്നു പോവുകയാണ്. പിന്നീട് ഈ വെൽഫെയർ പാർട്ടി, അതേപോലെ തന്നെ മുസ്ലിം സംഘടനകളൊക്കെ ഇതിൻ്റെ പിന്നാലെ മണത്ത് നടക്കുന്ന, അവർക്ക് കേരളത്തിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്.
അവർക്ക് പ്രവർത്തിക്കാൻ ഒരിടം വേണം. അവർ ഇതിനകത്തൊക്കെ നുഴഞ്ഞു കയറുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ സ്ഥലത്തും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല നമ്മുടെ ഈ എന്താണ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു പോയ നമ്മുടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ കാര്യത്തിലൊക്കെ അവരെല്ലാം അവർ കടന്നു വരുന്നതിൻ്റെ ലക്ഷ്യം അതാണ് പ്രധാനപ്പെട്ടത്. ആ സമരം വളരെ ജെന്യുവനായ സമരമാണെങ്കിൽ പോലും ഇവരെല്ലാം അതിൻ്റെ അകത്തൊക്കെ നുഴഞ്ഞു കയറുന്നതിൻ്റെ ഫലമായിട്ട് ആ സമരത്തിനും സമരത്തിൻ്റെ തീക്ഷ്ണ സ്വഭാവം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ ആദിവാസി സമരങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത് ഇവർ നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാവരും കാണുന്നവർ ഇവരുടെ ഒരു പരിപാടിയാണത് എന്ന് കരുതി മക്കളൊരു പിൻവാങ്ങും. അത് എനിക്ക് തോന്നുന്നത് ഈ ഗീതാനന്ദനും അതേപോലെ തന്നെ സി കെ ജാനുവിനൊക്കെ അങ്ങനെ ഇവരിങ്ങനെ നുഴഞ്ഞു കയറിയപ്പോൾ ഒഴിഞ്ഞു പോകേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നു. ഗീതാനന്ദൻ ഇപ്പോഴും കൃത്യമായിട്ട് ആ പൊളിറ്റിക്സുമായിട്ട് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജാനു മാറിപ്പോയി.